തനിക്ക് പകരം മറ്റൊരാൾ, അതത്ര എളുപ്പമല്ലടൂ. സാറ് രാവിലെ വാർത്തയൊന്നും കണ്ടില്ലേ? ഇല്ല. എന്താ? 3 കൊലപാതകങ്ങളാണ് സാർ നടന്നിരിക്കുന്നത്. 3 മുറ്റുപാർട്ടികളാണ്. ഒന്ന് നമ്മുടെ തന്നെ ഒരു പഴയ കൊളീഗ, റിട്ടയർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ വിനോദ് എബ്രഹാം. ആ സീൻ ഓഫ് ക്രൈം കണ്ടാലേ സാറിന് ശരിക്കും മനസ്സിലാവും. നോ സൈൻസ് ഓഫ് വയലൻസ് ഓർ സ്ട്രഗിൾ. ഇറ്റ്സ് റിയലി വിയർഡ് സർ. മർഡർ അതൊന്നായാലും 3ആയാലും വിയർഡാണല്ലോ. അതൊരു ചെറുത്തുനിൽപ്പും കൂടാതെ ഒരു പോയിസണസ് ഇഞ്ചക്ഷൻ സമ്മതിക്കുക. അവർക്കതിന് പറ്റിയില്ലെങ്കിലോ സാർ? ബിക്കോസ് അവരൊരു ഗൺ പോയിന്റിലായിരുന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൊലയാളി ഒരാളല്ല, 2 പേരെങ്കിലും ഉണ്ടാവും. ഈ 2 കൊലപാതകങ്ങളുടെയും കാരണമായ ക്രൈമുകളുടെ സെറ്റിംഗ് തരകൻസ് മെഡിസിറ്റിയാണ്. 2 ഇൻസിഡൻസ്, 2 നീതി നിഷേധങ്ങൾ. അതാണ് അയാൾ ഈ കൊലപാതകങ്ങളിലേക്ക് ട്രിഗർ ചെയ്തത്. സാറിപ്പ പറഞ്ഞ പോലെ ഒരു പ്രകോപനം ഉണ്ടായപ്പോൾ എടുത്തുചാടി കൊലകൾ നടത്തിയ ഒരാളല്ല ഡോക്ടർ ശക്തിവേൽ. വർഷങ്ങൾ നീണ്ട ഒരു ബിൽഡപ്പ്, ഒരു ഡീറ്റെയിൽ സൈക്കോളജിക്കൽ പ്രിപ്പറേഷൻ അയാൾക്കുണ്ടായിരുന്നു. അയാൾ അറിയാതെ അയാളുടെ ബോധ്യങ്ങൾക്കൊപ്പം അബോധമായി അയാളിൽ വളരുന്ന ഒരു ഹിംസാത്മകത, ഒരു വയലൻസ് അയാൾക്കുണ്ടായിരുന്നു. അയാളുടെ ജോലി സ്ഥലത്ത് നടന്ന ഉപജാപത്തിൽ നിശബ്ദമാക്കപ്പെട്ട ഒരു ഹീനമായ കുറ്റകൃത്യം. സോ ഡോക്ടർ ശക്തിവേൽ പളനിസ്വാമി തവർമ. അപ്പോ അയാൾക്കൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടി? ഐ എം കമ്മിങ് ടു ദാറ്റ്. ഷീസ് ശ്രേയ വെങ്കടേഷ് ഫ്രം ബാംഗ്ലൂർ. ഈ മാൻ ഹണ്ട് നടത്തേണ്ടത് സ്റ്റേറ്റ് പോലീസിന്റെ മിഷനറിയാണ്. എനിക്കതിൽ വലിയ റോളില്ല. സാർ, എനിക്ക് മനസ്സിലാവാത്തത് ഈ ഡോക്ടർ ശക്തിവേലിന് സാറിനോടുള്ള ഫിക്സേഷൻ എന്താണെന്നാണ്. എല്ലാത്തിനും ഒരു കാരണമുണ്ട് ശ്രീ. കാരണമില്ലാതൊന്നും സംഭവിക്കുന്നില്ല. ഡോക്ടർ ശക്തിവേലിനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പ്രകോപിപ്പിച്ച മുഴുവൻ സംഭവങ്ങൾ നടന്നത് തരകൻസ് മെഡിസിറ്റിയിലാണ്. സാറിന്റെ വൈഫ് 6 മാസക്കാലത്തോളം അഡ്മിറ്റായി കിടന്നതും അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ്. വെറുതെ ത്രൂ ഔട്ട്. സാർ, ഈ സംഭവങ്ങളുമായിട്ട് ഞാൻ അറിയാത്ത എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ സാറിന്? Nothing is white, nothing is black. Everything is grey. There is a hero in every villain. There is a villain in every hero. സാറിന്റെ ജീവിതം ഇല്ലാതാക്കിയ ഒരാളെ how can you spare him? ചിലതെല്ലാം ഞാൻ ഒഴിവാക്കുകയാണ് ബോധപൂർവം. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ ജീവൻ എടുക്കുന്നത് പോലെ അസ്വാഭാവികമായ മറ്റൊന്നും ഈ ലോകത്തിലില്ല. അറേബ്യയിലെ മുഴുവൻ സുഗന്ധദ്രവ്യങ്ങൾക്കും എന്റെ കൈകളിലെ ചോരയുടെ മണം കഴുകിക്കളയാൻ കഴിയില്ല. I love my Shakespeare. കാരണം അവൻ സത്യമായും അവന്റെ സഹോദരങ്ങളുടെ രക്ഷകനും വഴിതെറ്റിയ കുഞ്ഞാടുകളുടെ വഴികാട്ടിയുമാണ്. അതിനാൽ എന്റെ സഹോദരങ്ങളെ വിഷം കുത്തി നശിപ്പിക്കാൻ തുനിയുന്നവർ ആരായാലും അവരുടെ മേൽ അശനിപാതം പോലെ ഞാൻ പ്രകടമേൽപ്പിക്കും. എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നത്. ഒരേ ഒരു രാജാവ്.